ഹായോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെർജോഫ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ഫേമസ് പെർഫ്യൂമുകളൊന്നായിട്ടുള്ള നാക്സോസിനെ കുറിച്ചാണ്. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ എം സുഫിയാൻ. അപ്പോൾ സെർജോഫ് എന്ന ഈ ഒരു ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഈ പേര് നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. 1800-കളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡ്, ആ ഒരു കണക്കാണ് പേരിരിക്കുന്നത്. നല്ല വിജൃംഭിച്ച പേരെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2007 സെർജോഫ് എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സെർജിയോ മോമോ പിന്നെ ഡൊമിനിക് സാൽവോ എന്ന രണ്ടാൾക്കാരാണ് ഇതിൻ്റെ ഓണേഴ്സ്. അതിൽ തന്നെ നാക്സോസ് ലോഞ്ച് ചെയ്യപ്പെടുന്നത് 2015. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു പെർഫ്യൂം ഈ ഒരു ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ വീഡിയോയ്ക്ക് വേണ്ടി പെർഫ്യൂം തന്നത് സുഹൃത്തായിട്ടുള്ള ജസീമാണ്. നമ്മുടെ ലൂയി വിത്തോൺ ഇമാജിനേഷന് വേണ്ടി അവൻ്റെ ബോട്ടിലാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതൊന്ന് നാക്സോസിൽ നിന്ന് ഞാൻ അല്പം ഡീക്കൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് മേടിച്ചാണ്. പിന്നെ അക്നെ ലക്ഷറി എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജും ഒരു വെബ്സൈറ്റ് ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചൊരു വായിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ നാക്സോസ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്റ്റ് ലക്ഷറി പെർഫ്യൂമാണ്. അവരുടെ പ്രസൻറ്റേഷനൊക്കെ തന്നെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രസൻറ്റേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റലിയുടെ ഫ്ലാഗൊക്കെ പോലെയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ പെർഫ്യൂം വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു ട്രൈനാർക്കി എന്ന ചിത്രം കാണാൻ പറ്റും. വെർസാച്ചെ പെർഫ്യൂമിലൊക്കെ ഉള്ള പോലെ ഒരു മെഡ്യൂസ തന്നെയാണത്. 3 കാലും ഒരു തലയുള്ള സിമ്പിൾ. ഇറ്റലിയിലെ സിസിലി എന്ന ഒരു ഐലൻഡിൻ്റെ സിമ്പിളാണ്. സൈഡിൽ സെർജോഫ് ലോഗോ, പിന്നെ ഒരു 1861 എന്ന നമ്പർ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇത് ഇറ്റലിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിനെ ഏകീകരിച്ച് ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റിയതിൻ്റെ എന്തോ 150ാം ആനിവേഴ്സറിയോ അങ്ങനെ എന്തോ സംബന്ധിച്ച് ആണ് സെർജോഫ് ഈ ഒരു 1861 എന്ന കളക്ഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 1861 എന്ന നമ്പർ നമുക്ക് പലയിടത്തും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പിന്നിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാച്ച് കോഡ് ഉണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു വെൽവെറ്റി ടെക്സ്ചറുള്ള മെറൂൺ കളർ ബോക്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഗോൾഡൻ കളറിൽ സെർജോഫ് ലോഗോ കാണാൻ പറ്റും. താഴെ സെർജോഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ തുറന്ന അവിടെ സെർജോഫിൻ്റെ ഗോൾഡൻ ലോഗോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെർഫ്യൂമിന് ഒരു വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലൊക്കെ നിറയെ സെർജോഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല കെട്ടിലൻ ഒരു പ്രീമിയം ഫീൽഡിൽ തന്നെയാണ് പ്രസൻറ്റേഷൻ വരുന്നത്. ഉള്ളിൽ ആ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടിലും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെർജോഫിൻ്റെ ലോഗോ ഉണ്ട്, എക്സ് ഉണ്ട്. ഇനി ബോട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്രോസൺ ഗ്ലാസ് ബോട്ടിലാണ്. ഉള്ളിലൊരു യെല്ലോയിഷ് കളറിൽ പെർഫ്യൂം കാണാം. ഫ്രണ്ടിലും ആ ഒരു 1861 എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ബാച്ച് കോഡ് കാണാൻ പറ്റും, 31523N. അത് ഒരു ഫെയർലി ന്യൂ ബാച്ചാണ്. ഒരു 9 മന്ത് എന്തോ ആയിട്ടേ ഉള്ളൂ. പിന്നിൽ ഒരു പൂക്കളം ഡിസൈനൊക്കെ കാണാൻ പറ്റും, നൈസായിട്ടുണ്ട്. ക്യാപ്പ് നല്ല വെയിറ്റുള്ള ഒരു മെറ്റാലിക് ക്യാപ്പാണ്. സെർജോഫ്ന്ന് അതിൻ്റെ മേലെ കൂടെ എഴുതിയിട്ടുണ്ട്. അറ്റോമൈസറിൻ്റെ മേലൊക്കെ തന്നെ നമുക്ക് സെർജോഫിൻ്റെ ലോഗോ കാണാൻ പറ്റും. നല്ലൊരു അറ്റോമൈസറാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത്. സ്പ്രേ ഒക്കെ അത്യാവശ്യം ഫെയർലി നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ടോപ്പ് അറ്റോമൈസർ ആണെന്നൊന്നും പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് ഒരു ഇങ്ങനെ ഫിറ്റായിട്ട് ഇറങ്ങി നിൽക്കുന്ന ക്യാപ്പാണ്, അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാപ്പാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ നല്ല കിട്ടിലും പ്രീമിയം ഫീൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടിലോട്ട്, ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു സ്വീറ്റ് അരോമാറ്റിക് ടൊബാക്കോ ആൻഡ് ടോങ്ക ബേസ്ഡ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഡീക്കൻഡ് ഓർഡർ ചെയ്തു. പുള്ളി അയച്ചു തന്ന് ഇവിടെ എത്തി. ഞാൻ ആ ഒരു ഫസ്റ്റ് സ്പ്രേ ചെയ്ത ഉടനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ക്ലിക്കായി, ഈ ഒരു സെൻറ്റ് ഞാൻ എവിടെയോ മണത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു പെർഫ്യൂം നമ്മുടെ ജാക്കസ് ബൊഗാർട്ട്, നമ്മുടെ വൺ മാൻ ഷോ ഒക്കെ ഇറക്കുന്ന ബ്രാൻഡുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാർ നല്ല മസ്കുലിൻ സെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളി ഒരു സാധനമായിരുന്നു വൺ മാൻ ഷോ. അപ്പോൾ അവരുടെ ബൊഗാർട്ട് പോർ ഓം എന്ന പെർഫ്യൂം ഉണ്ട്. ഇത് മ്യൂഗ്ലറിൻ്റെ പ്യുവർ ഹവാൻ എന്നൊരു പെർഫ്യൂം ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നല്ല ഹൈപ്പൊക്കെ ഉള്ള പെർഫ്യൂമാണ്, പക്ഷേ ഡിസ്കണ്ടിന്യൂഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൈസിയാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ക്ലോസ് ആയിട്ടിരിക്കുന്നൊരു സെൻറ്റ് പ്രൊഫൈലാണ് ഇതിനുള്ളതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം മേടിച്ചത്. ഇതിന് നൈക്കിൽ 1500-1600 രൂപയുടെ റേഞ്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫ് വരാറുണ്ട്. അപ്പം അങ്ങനെ മേടിക്കാം. ഇത്
നല്ല മസ്കുലിൻ ആയിട്ടുള്ള വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു സെൻ്റാണ്. പക്ഷേ ഇതിന് DNA അത്യാവശ്യം മാസ് പ്ലീസിങ് ആണ്. പക്ഷെ നല്ല പവറുള്ള സെൻ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റുകൾ നിങ്ങൾക്ക് വൺ മാൻ ഷോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും ഇതിന് എത്രത്തോളം പഞ്ചുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പഞ്ച് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. നല്ല സ്ട്രോങ് ആണ്, വളരെ നാച്ചുറലായിട്ട് സ്മെല്ലൊന്നും ചെയ്യില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഈ ഒരു പെർഫ്യൂമിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് ഈ ഒരു പെർഫ്യൂം അടിച്ചപ്പോൾ. നാക്സോസിൽ രണ്ടുപേരും ഈ രണ്ട് പെർഫ്യൂംസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലാവൻഡർ നോട്ടോടുകൂടെയാണ്. പക്ഷേ നാക്സോസിലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലാവൻഡർ നോട്ടിനെ പെട്ടെന്ന് ഒരു സ്വീറ്റ്നെസ് വന്ന് കവർ ചെയ്ത് കളയുന്നുണ്ട്. അതിൽ ഈ രണ്ട് പെർഫ്യൂമിലും ഇത്തിരി ഒരു പൗഡറി ലാവൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അരോമാറ്റിക് ലാവൻഡർ നോട്ട് രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇത്തിരി കൂടെ ആ ഒരു പൗഡറി ലാവൻഡർ ഫീൽ കൂടുതലുണ്ട്. പിന്നെ ഇതിൽ ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു ഹണിയുടെ നോട്ട് വന്നിട്ട് ഈ ഒരു ലാവൻഡറിനെ അങ്ങ് കവർ ചെയ്ത് കളയുന്നുണ്ട്. നാക്സോസ് ഒരു 25-30 വയസ്സുള്ള ചുള്ളൻ ചെറുപ്പക്കാരനായിട്ട് കാണുകയാണെങ്കിൽ ബൊഗാർഡ് പോറോം നാക്സോസിൻ്റെ ഒരു 50 വയസ്സുള്ള അത്യാവശ്യം കുടവയറും കട്ടിമീശയൊക്കെയുള്ള ഒരു അമ്മാവനായിട്ട് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ ഒരു ഹണി നോട്ട് ഇതിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്വീറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സിറപ്പി സ്വീറ്റ്നെസ് അല്ല, ഒരു ഷുഗർ സിറപ്പൊന്നും പോലെ തന്നെ അത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു സെൻ്റൊന്നും അല്ല. പകരം നമ്മുടെ നാട്ടിൽ തേനീച്ച കൂടൊക്കെ പിഴിഞ്ഞിട്ട് തേന എടുക്കാറുണ്ട്. അതിൽ ആ ഒരു വാക്സ്, ആ ഒരു മെഴുകും പിന്നെ ആ ഒരു സ്വീറ്റ് ഹണിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു സെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്നെസ് ആണ് ഈ പെർഫ്യൂമിലുള്ളത്. പിന്നെ ഇതിൻ്റെ പിറകിലായിട്ട് ചെറുതായിട്ട് സിന്നമൻ്റെ ഒക്കെ സ്പൈസിനെസ് ഉണ്ട്. നമുക്ക് അങ്ങനെ അത്ര ക്ലോസ് ആയിട്ട് മണത്ത് നോക്കിയാൽ മാത്രമേ അത് നോട്ടീസ് ചെയ്യാൻ പറ്റൂ. പുറത്തേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലല്ല, എല്ലാം നല്ല വെൽ ബ്ലെൻഡഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ജാസ്മിൻ സമ്പക്, ഒരു വൈറ്റ് ഫ്ലോറൽ അക്കോഡൊക്കെ ഈ പെർഫ്യൂമിൽ കിടപ്പുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് നോട്ട്സ് ആണുള്ളത്, ടൊബാക്കോ ആൻഡ് ടോങ്ക ബീൻ. ആ രണ്ട് നോട്ട്സ് ആണ് ഇതിന് വേറെ തന്നെ ഒരു സൗന്ദര്യം കൊടുക്കുന്നത്. ഈ ഒരു ടോങ്ക ബീൻ ഇതിലേക്കൊരു വനിലയ്ക്ക് പോലെയുള്ള സ്വീറ്റ്നെസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആലോചിക്കരുത്, ഒരു ക്രീമി സ്വീറ്റ്നെസ് ആയിട്ട് ഇതിനെ ഒരിക്കലും ആലോചിക്കരുത്. പകരം നിങ്ങളൊരു റെസിനെയൊക്കെ ആലോചിക്കാം, ഒരു മരക്കറ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡസ്റ്റി വനില എന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ മൈൻഡിൽ കത്തുമെന്ന് അറിയില്ല, എന്നിരുന്നാലും ആ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. നമ്മൾ ഇപ്പം ഒരു പഞ്ചസാരയുടെ വെള്ളം എടുത്ത് മണപ്പിക്കും പോലെ ആയിരിക്കില്ല ഹണി, തേൻ്റെ സ്മെല്ല് വരിക. അതേപോലെ നിങ്ങൾ നന്നാറിയുടെ വേരൊക്കെ നമ്മൾ പറിക്കാറുണ്ടായിരുന്നു മലയിലൊക്കെ ചെറിയ പിള്ളേരാകുമ്പോൾ. അപ്പോൾ അതിൻ്റെ വേരിനൊക്കെ അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ അത് വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്വീറ്റ് സെൻ്റാണ്. അതുപോലെ ഇതിലെ ടോങ്ക ബീൻ ഇതിനൊരു ഡസ്റ്റി, ഒരു റെസിനസ്, അങ്ങനത്തെ തരത്തിലുള്ളൊരു സ്വീറ്റ് സ്മെല്ലാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ടൊബാക്കോയുടെയും ആ ഒരു ഡസ്റ്റി ടൊബാക്കോ ലീഫിലേക്ക് സ്മെല്ല് കയറി വരുമ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ഡെപ്ത്, നന്നായിട്ട് അടിപൊളിയായിട്ട് മാറുന്നുണ്ട് ഈ ഒരു പെർഫ്യൂം. നമ്മൾ ലെമാൽ എലിക്സർ JPGയുടെ അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചായിരുന്നു. അതിലും ഒരു ബെൻസോയിൻ, ആ ഒരു റെസിൻ്റെയും പിന്നെ നമ്മുടെ ടോങ്ക ബീൻ്റെയും ടൊബാക്കോയുടെയൊക്കെ സെൻ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു ഹണി നോട്ടൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഇത് വേറൊരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ നമുക്ക് ഇതിന്ന് ലാവൻഡർ കിട്ടുന്നുണ്ട്. പക്ഷേ പുള്ളി ആ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ച് പോയിന്ന്, പക്ഷെ ആദ്യത്തെ ഒരു പൗഡറി ലാവൻഡർ എന്നൊക്കെ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഒന്ന് ബാക്ക് സീറ്റ് പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഹണി, പിന്നെ നമ്മുടെ ടൊബാക്കോ, ടോങ്ക ബീൻ ഒക്കെ കൊടുക്കുന്ന ആ ഒരു സ്വീറ്റ് ഡസ്റ്റി വനില അങ്ങനത്തെ ഒക്കെ ഒരു സെൻ്റാണ് വരിക. അപ്പോൾ JPG ലെമാൽ എലിക്സറായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വളരെ അടുത്ത കുടുംബക്കാരൻ നമുക്ക് പറയാൻ പറ്റുന്നത് ബൊഗാർഡ് പോറോമിനെ തന്നെയാണ്. പിന്നെ ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നില്ല. ഇതിൻ്റെ നമ്മൾ അടിച്ച മുതൽ ആ ഒരു അവസാനം വരെ ഭയങ്കരമായിട്ടുള്ള ഇവല്യൂഷൻ ഒന്നും ഇതിന് സംഭവിക്കുന്നില്ല. ചില പെർഫ്യൂംസ് ഒക്കെ കാണാൻ നമ്മൾ അടിച്ചൊരു മണിക്കൂർ കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്മെല്ലായിട്ട് മാറും. പിന്നെ അങ്ങനെയൊന്നുമില്ല, പ്രട്ടി ലീനിയർ. അത് അങ്ങനെ തന്നെ കുറേ നേരം അങ്ങനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. എന്നിരുന്നാൽ പോലും നല്ല ഡെപ്തും നല്ല റിച്ച്നെസ്സും നമുക്ക് ഈ ഒരു പെർഫ്യൂമിന് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല കിട്ടിലൻ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം, അപ്പോൾ ഓവറോൾ സെൻറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ തന്നെ ആ ഒരു പൗഡറി ലാവൻഡർ പോലെ സ്മെല്ല് വരും. അത് പെട്ടെന്ന് തന്നെ ഒരു ബാക്ക് സീറ്റ് പിടിച്ചിരിക്കും. അവിടേക്ക് ഹണിയൊക്കെ കയറി വന്നിട്ട് ആ ഒരു സ്വീറ്റ്നെസ് കൊടുക്കും. പിന്നെ ചെറിയ സ്പൈസി സിന്നമണൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര നോട്ടീസബിൾ അല്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് നല്ലപോലെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് ടോങ്ക ബീൻ്റെയും ടൊബാക്കോയുടെയൊക്കെ ആ ഒരു സെൻ്റാണ്.
ടോങ്കാബീൻ ഒരു ഡസ്റ്റി വനില ലൈക്ക് സ്വീറ്റ്നസ് ഈ ഒരു പെർഫ്യൂമിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ടൊബാക്കോയും അവിടെ തന്നെ പ്രസൻ്റ് ആണ്. അപ്പോൾ ആ ഒരു മിക്സ്ചറിൻ്റെ സ്മെല്ലാണ് കൂടുതൽ സമയം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെൻറ്റിന് ഒരു കഥയൊക്കെ പോലെ വർണ്ണിക്കുകയാണെങ്കിൽ നല്ല പരന്ന് കിടക്കുന്ന ഒരു ലാവൻഡർ ഫീൽഡ്, അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ക്യാബിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്, തേനും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി വയ്ക്കുന്ന ആ വാമായിട്ടുള്ള ഒരു സ്വീറ്റ് സെൻ്റ് ഉണ്ടാവും. അതിലേക്ക് ഇത്തിരി നമ്മുടെ പൈപ്പ്ഡ് ടൊബാക്കോ, നമ്മൾ ഇങ്ങനെ പൈപ്പ് പിടിച്ച് ഷെർലക് ഹോംസ് വലിക്കുമ്പോഴുള്ളൊരു ടൊബാക്കോയുടെയും ആ ഒരു ലീഫിൻ്റെയൊക്കെ സ്മെല്ല് ചേർന്ന് കഴിഞ്ഞാൽ എന്താണോ ഉണ്ടാവുക, ആ ഒരു തരത്തിലുള്ള വളരെ റിച്ച് ആയിട്ടുള്ള നല്ല ഡെൻസ് ആയിട്ടുള്ള ഒരു ഒപ്പിലൻ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ തരത്തിലുള്ളൊരു സെൻ്റാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഹണിക്ക് ഒരു സ്റ്റിക്കി നേച്ചറുണ്ട്, നമ്മൾ പറ്റി പിടിക്കാന്നൊക്കെ പറയാറില്ല, അതുപോലുള്ളൊരു സ്വീറ്റ് നേച്ചറുണ്ട്. പിന്നെ ഇതൊന്ന് അവിടെയും ഇവിടെയായിട്ട് എനിക്കൊരു കോക്കനട്ട് തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ മിഠായികളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സെൻറ്റ് കിട്ടുന്നുണ്ടായി. നമ്മളെ പല തേങ്ങാ പലഹാരങ്ങൾ മിഠായികളൊക്കെ ഈ ഒരു ഹണി തേനൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തത്. പിന്നെ ആ ഒരു ഡസ്റ്റി ടൊബാക്കോ ആൻഡ് ടോങ്കാബീൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ഡസ്റ്റി ടൊബാക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ഒരു ബുക്ക് ഷെൽഫിൽ നിന്ന് ഒരു പഴയ ബുക്കൊക്കെ തുറക്കുമ്പോൾ ആലോചിക്കുക, അതിൻ്റെ പേപ്പറുകളൊക്കെ ഇത്തിരി പഴയതാണ്. അപ്പോൾ അതിലൊരു പൊടി പിടിച്ച പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇരിക്കുന്നൊരു ടൊബാക്കോ ലീഫിന് എങ്ങനെ സ്മെല്ലുണ്ടാവുമോ ആ ഒരു ടൈപ്പ് സ്മെല്ല് ആലോചിച്ചാൽ മതി. ആ ഒരു ക്യാരക്ടറൊക്കെയാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. പിന്നെ ഒരു സ്വീറ്റ് സെൻ്റാണ്. അപ്പോൾ പുറത്ത് ഫോറിൻ റിവ്യൂവേഴ്സൊക്കെ തന്നെ നമുക്ക് പകലും സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഈ ഒരു പെർഫ്യൂമിന് കിട്ടിയില്ല. നമ്മുടെയൊക്കെ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ സമ്മറിലെ ഏറ്റവും താഴ്ന്ന ചൂടായിരിക്കും അവരുടെ സമ്മറിലെ ഏറ്റവും ടോപ്പ് ചൂട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ക്ലൈമറ്റിൽ പൊതുവെ ഒരു വൈകുന്നേരങ്ങളിലും രാത്രികളിലേക്കും തന്നെ ആയിരിക്കും ഈ ഒരു പെർഫ്യൂം നല്ലത്. ഒരു പകലങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ മെയിൻലി ആ ഒരു ഈവനിങ് നൈറ്റ് ടൈം ആയിരിക്കും ഇതിന് ബെസ്റ്റ്. ഈ ഒരു മഴക്കാലം ഈ ഒരു സമയമൊക്കെ പകലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വലിയ ചൂട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡോർസും ഔട്ട്ഡോർസും ഒക്കെ യൂസ് ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നല്ല കിഡിലൻ പെർഫോമൻസ് ആണ് ഇത് വരുന്നത്. ഒരു ബോർഡർ ലൈൻ ബീസ്റ്റ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തരത്തിൽ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ ഇത്തിരി കുറവാണ്, എന്നിരുന്നാലും സ്കിന്നിൽ ഒരു 7+ hours ഒക്കെ കൂളായിട്ട് ഈ ഒരു പെർഫ്യൂം നിൽക്കുന്നുണ്ട്. ക്ലോത്ത്സിലാവുമ്പോൾ പലപ്പോഴും 10+ hours ഈ ഒരു സെൻറ്റ് അവിടെ തന്നെയുണ്ട്. ഞാൻ രാത്രി അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഷർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ സ്മെല്ലുണ്ട്. അപ്പോൾ നല്ല പോലെ ഇത് ലോഞ്ചിവിറ്റി തരുന്നുണ്ട്. ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി ഈ ഒരു പെർഫ്യൂം കാണിക്കുന്നുണ്ട്. പിന്നെ പ്രൊജക്ഷൻ ഞാൻ കൂടുതലും ഡീക്കൻ്റ് എന്നാണ് ടെസ്റ്റ് ചെയ്തത്. ആ ഒരു ഫുൾ ബോട്ടിൽ കയ്യിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 2 hours എന്ത് തന്നെയാലും അല്ലെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1.5 hours വരെ നിങ്ങൾക്ക് നല്ലപോലെ പ്രൊജക്ഷൻ കിട്ടും. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും അങ്ങനെ പെട്ടെന്ന് പതിഞ്ഞ് സ്കിൻ സെൻ്റായിട്ട് മാറുന്നൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ഭയങ്കര ബീസ്റ്റ് മോഡായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഇതൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. 4-5 അടി അപ്പുറത്തുള്ള ആൾക്കൊന്നും കിട്ടുമൊന്നുമില്ല. എന്നാലും നല്ലൊരു സെൻട്രയിലും നല്ലൊരു സിയാജും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു സെൻട്രയിലും ഈ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൽ സർജോഫ് എന്താ പറയുക ഒരു കോംപ്രമൈസും ഉണ്ടായില്ല. ഈ ഒരു പെർഫ്യൂം നാക്സോസ് നിങ്ങൾക്കൊരു 100 ml അറൗണ്ട് 15 രൂപ 15,000 സംതിങ് മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൈസിയാണ് സ്റ്റിൽ ഇത്രയും ക്വാളിറ്റിയിൽ അത്രയും പെർഫോമൻസും കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂം ഇറങ്ങുന്നുണ്ട്. ഒരു 8 പ്രൈസ് ഏറ്റവും മാക്സിമം മതിയാവും. അതിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് നല്ലൊരു ഡേറ്റിനൊക്കെ പോകുമ്പോഴും പിന്നെ എന്താ പറയുക ലവേഴ്സിൻ്റെ വൈഫിൻ്റെ കൂടെ പുറത്തു പോകുകയാണെങ്കിലും ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ആണെങ്കിലും തന്നെ അടിപൊളിയായിരിക്കും. 20 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രാഗ്രൻസ് ജേർണിയിൽ ഒത്തിരിയോടൊക്കെ മുന്നോട്ട് പോയി കുറച്ച് നീഷ് പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും ആ ഒരു ബ്ലെൻഡിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്നുകൂടെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത്തിരി പ്രൈസി ആണെങ്കിലും ഈ ഒരു പൈസയ്ക്ക് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ് നാക്സോസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രസൻറ്റേഷൻ ആണെങ്കിലും നല്ല കിടിലം പ്രസൻറ്റേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബ്ലെൻഡാണ്. നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടും ആ ഒരു പ്രൈസിന് നിങ്ങൾ പേ ചെയ്യുന്ന പ്രൈസിനുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഓഫറിങ് തന്നെയാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾക്ക് എവിടുന്നേലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇത്തിരി കഴിഞ്ഞ ഒരു റീറ്റെയിൽ ഫുൾ ബോട്ടിൽ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും
താങ്ക് യു ഫോർ വാച്ചിങ്.